ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിലുള്ള ഒരു മട്ടൻ ബോട്ടിന്റെ റെസിപ്പിയാണ് കേട്ടോ. മട്ടൻ ബോട്ടി വരട്ടിയതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണം, എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ ഞാനിത് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ബോട്ടി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ബോട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതായാലും 3 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. ആ ബോട്ടിയിൽ ഈ ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുള്ളൂ കേട്ടോ. കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് കുരുമുളക് പൊടിന്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണ്ടേ. ഒറ്റ വിസിൽ മാത്രം അടിച്ച് കിട്ടിയാൽ മതിയേ. അപ്പൊ ഞാൻ എന്താ ഒരു വിസിൽ അടിച്ചതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അതാ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മളെ ബോട്ടി ഒരു 1/4 ഭാഗം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലേ കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്കിത് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ചെയ്തിട്ടെടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളേ. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം 1 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളിന്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു 20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതാ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിന്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കണ മുളകിന്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. നമ്മളെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി ഒരു പിങ്ക് കളർ ഉണ്ടായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂണോളം കുരുമുളകിന്റെ പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളെ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണേ. നമ്മൾ നേരത്തെ ബോട്ടി വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് കൂടാത്ത രീതിയിൽ വേണ്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ബോട്ടി ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ബോട്ടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കട്ടോ. നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പൊ ഞാൻ എന്താ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണ്ടേ. ഇടക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഇതാ ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ബോട്ടിത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇടക്ക് തുറന്ന് നോക്കി ഇളക്കിയിട്ട് കൊടുക്കണം എന്ന് പറയണത്. അപ്പൊ ഇതാ അപ്പൊ നമ്മളെ ബോട്ടി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഇതാ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലന്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിയിട്ടുള്ള ബോട്ടി മട്ടൻ ബോട്ടി വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവരും ബോട്ടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.